ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു 3 റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന 3 റെസിപ്പീസാണ്. പക്ഷേ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇനി ഡെയിലി റെസിപ്പി വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടെയാണ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ പഴം നിറച്ചതാട്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഞാൻ കുറേ ദിവസമായിരിക്കുന്നു പഴം നിറച്ചത് ഉണ്ടാക്കണം എന്ന് കരുതി നിൽക്കുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ നമ്മൾ സാധാ ചിരണ്ടിയ തേങ്ങ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ലാഗായി നിന്നതാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഉള്ള തേങ്ങ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. കാരണം ഞാൻ എത്രയോ ദിവസമായിരിക്കുന്നു, അതായത് നോമ്പ് തുടങ്ങിയ ടൈം മുതലുണ്ട് ഞാൻ പഴം നിറച്ച് ഉണ്ടാക്കണം എന്ന് കരുതി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളിലൊന്നാണ് ഈ പഴം നിറച്ചത് എന്നല്ല, എനിക്ക് ഉന്നക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴം കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ദിവസം അയക്കുന്നത് ഇത് ഉണ്ടാക്കണം എന്നൊക്കെ കരുതി നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പനിയായി, സൗണ്ട് പോകലും ഒക്കെ കൂടി ആയിട്ട് നോമ്പ് തുടങ്ങിയത് മുതലേ ഒരു ജഗപ്പുക. നോമ്പ് തുടങ്ങിയതല്ല, അതിൻ്റെ ഒരാഴ്ച മുതലേ തുടങ്ങിയിരിക്കുന്നു എനിക്ക് പനിക്കലും അതും ഇതൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഇന്നായിരുന്നു ആ സുവർണ നിമിഷം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പഴം വാട്ടിയിട്ട് പിന്നെ കേട്ടോ ഞാൻ നിറയ്ക്കൽ. ഞാൻ ചിലവരൊക്കെ കാണലുണ്ട് ആദ്യം തേങ്ങ ഇട്ട് നിറച്ചതിന് ശേഷം ഇങ്ങനെ വാട്ടൽ. പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ പഴം വാട്ടിയിട്ട് പിന്നെ ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യൽ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ പഴം വാട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി നെയ്യ് ഉണ്ടാവുമല്ലോ, അതിൽ അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ മറന്നു പോകണ്ട, കാരണം എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കിസ്മിസ് വേഗം എന്താ പറയുക അങ്ങനെ കരിഞ്ഞു പോകലുണ്ട്. കണ്ടില്ലേ, ഞാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അധിക ടൈമിലും എന്താ പറയുക ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കൽ കേട്ടോ. അങ്ങനെ അതിൻ്റെ ബാക്കി നെയ്യിലോട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ സാധാ തേങ്ങ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഈ പൊടി പോലുള്ള ഈ തേങ്ങയിനോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഈ തേങ്ങ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒപ്പിച്ചെടുക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലോട്ട് ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ആകെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളതിനും ഒന്നാമത് ഞാൻ ആകെ 2 പഴം വാട്ടുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവിടെ ആകെ 2 പേരുള്ളൂ, കുറേ ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ലാത്തതുകൊണ്ട് 2 പഴത്തിന് ആവശ്യമായ തേങ്ങ ഈ തേങ്ങ എനിക്ക് ബാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം ഫില്ല് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോഴത്തേന് ഞാൻ ഇന്ന് കിളിക്കൂടാണ് നെക്സ്റ്റ് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉള്ളി, ഞാനിവിടെ ആകെ ഒരു വലിയ ഉള്ളി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരു 3/4 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആകെ 2 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. 2 മുട്ട 8 പീസാക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മസാല കറക്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതലും ഉണ്ടായിരുന്നില്ല, കുറവും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എണ്ണം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി എടുത്താൽ മതി. എനിക്കിവിടെ ഇത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളി ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് കുറച്ചൊന്ന് വെന്ത് കഴിയുമല്ലോ, ആ ടൈമിൽ ബാക്കിയുള്ള നമ്മുടെ ഈ പച്ചമുളക് ആയിക്കോട്ടെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആകെ 3-4 വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കേട്ടോ ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇഞ്ചി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റേ ഭയങ്കര ഡിഫറെൻ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളി എനിക്കെപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഒന്നുമില്ല. ഇവിടുത്തെ വെളുത്തുള്ളി അത്യാവശ്യം കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 4 വെളുത്തുള്ളി എന്തോ ആയിരുന്നു കേട്ടോ, അല്ലിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ്
എനിക്ക് പൊതുവേ എനിക്കിങ്ങനെ പലഹാരങ്ങളൊക്കെ അത്യാവശ്യം എരിവുള്ളത് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ മോന് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ടേനു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അധികവും 3-4 പച്ചമുളകൊക്കെ ഇടലുണ്ട്. കാരണം കുറച്ചൊന്ന് എരിവ് ഇടുന്ന മുന്നിട്ട് നിൽക്കുന്ന എനിക്കിഷ്ടമായതുകൊണ്ട്. ഇവിടെ ഞാൻ ആകെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നാണെങ്കിൽ ഞാനങ്ങനെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യലില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം മുളക് തന്നെ ഞാൻ കൂടുതലായിട്ട് എടുക്കലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വല്ലാണ്ട് അങ്ങനെ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയപ്പം ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ വേറൊരു മസാലയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിലർ മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ഈ ഒരു 3 മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ചിലർ ഇതിലോട്ടില്ലേ ചിക്കൻ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചിക്കനൊന്നും വേവിച്ചിട്ട് കൊടുത്തിട്ടില്ല. ബട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ. എന്നിട്ട് ഞാൻ ഈ ഒരു പൊടികൾ മാത്രം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേനു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിവിടെ ജസ്റ്റ് എന്താ പറയുക മഞ്ഞൾപ്പൊടി ഒന്നും ഇടാണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേനു കേട്ടോ. ഉപ്പ് മാത്രം കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടേനു. എന്നിട്ട് വേവിച്ചെടുത്തൊരു ഉരുളക്കിഴങ്ങ് ഒന്നല്ല കേട്ടോ, ഞാനിവിടെ ചെറിയൊരു 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എനിക്കിവിടെ 2 മുട്ടക്ക് ഇത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം മസാല എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മലയാളം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു മസാല ഒന്ന് ചൂടാറിക്കഴിഞ്ഞാലേ നമുക്കതൊന്ന് ഫില്ല് ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ചൂടാറുന്ന ടൈം കൊണ്ട് ഞാൻ മുട്ട ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആ മുട്ടകളൊക്കെ നിങ്ങൾക്ക് ഇനി 2 കഷ്ണം മതിയെങ്കിൽ 2 കഷ്ണമാക്കിയാൽ മതി കേട്ടോ. ഞാനിവിടെ 4 പീസാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത് കാടമുട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടും. കാരണം ചെറിയ കറക്റ്റ് ഒരു കിളിക്കൂട് പോലൊക്കെ കിട്ടും. പക്ഷേ ഞാനിവിടെ എൻ്റെ കയ്യിൽ കാടമുട്ട ഉണ്ടായിരുന്നില്ല. ഈ മുട്ടയാണ് സാധാ മുട്ടനും ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അടിപൊളി കാടമുട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ മുട്ട വെച്ച് ചെയ്യുന്നതാണ്. കാരണം കുറച്ചും കൂടി എനിക്കൊന്നാമത് എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കങ്ങനെ കുറച്ചും കൂടി കടിക്കാൻ കിട്ടൽ ഈ ഒരു മുട്ട വെച്ച് ചെയ്യുമ്പോഴാണ്. മറ്റേത് വേഗം കഴിയുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ ഇതൊന്ന് മുക്കിയെടുക്കണമല്ലോ, ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിൽ ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനിങ്ങനെ മുട്ടയിൽ മൈദ ആഡ് ചെയ്യുന്ന ടൈമിൽ വേറൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൗളിലോ മൈദപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കലാണ്. ഞാനിന്ന് വേഗം പണി ചെയ്യുമല്ലോ എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതേനു, നേരിട്ട് മുട്ടയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതേനു. പക്ഷെ അതൊന്നായിട്ട് കട്ട പിടിച്ചിട്ട് അലമ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റണ്ട എന്ന് കരുതിയിട്ടാട്ടോ പറയുന്നത്. നിങ്ങളിങ്ങനെ അതായത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികവും ഇങ്ങനെ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ഈ മുട്ടൻ്റെ ഈ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം വേറൊരു ബൗളിലോട്ട് തന്നെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മുട്ടൻ്റെ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതുമായിട്ട് കട്ട കുത്തിയിട്ട് പിന്നെ അതെങ്ങനെയൊക്കെ ഞാൻ ഇതാക്കിയിട്ടും അത് കംപ്ലീറ്റ് ഉടഞ്ഞ് മീൻസ് എന്താ പറയുക, ആ പൊടി ഒന്ന് നല്ലോണം ഇതായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ഇവിടെ സേമിയ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ റോസ്റ്റഡ് അല്ലായിരുന്നു സേമിയ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ നമ്മുടെ ഈ ജസ്റ്റ് ഒരു
കട്ട്ലേറ്റ് ഉണ്ടാക്കൂലേ അത്ര പോലും വേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതിനെ എനിക്ക് കുറച്ചും കൂടി ഓവറായ പോലെ ഉണ്ടായിരുന്നു, ഐ മീൻ കഴിക്കുന്ന ടൈമിൽ. അതുകൊണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയില്ലേ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക ഒരു റൗണ്ട് ഷേപ്പിലായിട്ട്. ഇവിടെ ഞാൻ എന്താ പറയുക ഉണ്ടാക്കി തുടങ്ങിയ ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 2-3 കഴിഞ്ഞ ടൈമിൽ ഞാൻ എന്താക്കിയെന്നറിയോ, നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ, ഇത്രയും നേരം ഞാൻ മഞ്ഞ ഭാഗം മേലെ കാണുന്ന രീതിക്കായിരുന്നല്ലോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ ഈ മസാലയിൽ ഈ മുട്ട അതായത് കമഴ്ത്തി വെച്ച് കൊടുത്ത്, അതായത് നമ്മുടെ ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ അത് അടിഭാഗം വെച്ച് കൊടുത്ത്. അപ്പം എനിക്ക് വേഗം നല്ലോണം ഫസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കണ്ടില്ലേ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഈ മുട്ടൻ്റെ മഞ്ഞ കളർ മേലാക്കിയിട്ടല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അങ്ങോട്ട് ഞാൻ ഈ മഞ്ഞ കളർ ഏറ്റവും അടിഭാഗത്താക്കിയിട്ട് വെച്ച് കൊടുത്ത ടൈമിൽ എനിക്ക് വേഗം ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് നിങ്ങൾ ഉണ്ടാക്കുമ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ സേമിയ ഉണ്ടല്ലോ റോസ്റ്റഡ് അതിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്രം കോട്ട് പോലെ ചെയ്തെടുക്കുക. പക്ഷേ ഇത് നമ്മൾ ബ്രെഡിൽ ക്രം കോട്ട് ചെയ്യുന്ന പോലെ അത്ര സിമ്പിളല്ല, കുറച്ച് പണിയുണ്ട്. കാരണം അതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് എന്താ പറയുക ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പൊക്കോട ഇല്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അര ഉള്ളിയൊക്കെ ഞാൻ ജസ്റ്റ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് എന്താ പറയുക നല്ലോണം ഒന്ന് കുഴയ്ക്കുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉള്ളിൽ നമ്മൾ ഉപ്പിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കുറച്ച് നേരം മാറ്റി വെച്ചാൽ തന്നെ അതിൽ നിന്ന് കുറച്ചൊരു വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ 2 പച്ചമുളക് ഇതിലോട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണോളമൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ചിക്കൻ മസാല കുറച്ചും കൂടി എന്താ പറയുക ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാനിവിടെ ഒരു 5-6 ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്താ പറയുക കടലപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൈദപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കടലപ്പൊടിയിൽ തന്നെയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. എന്നോട് കുറേ ദിവസം അയക്കുന്നു ഹസ്ബൻഡ് പക്കോട ഉണ്ടാക്കണം എന്ന് പറയുന്നത്. പക്ഷേ എനിക്കധികം ഇപ്പോൾ അങ്ങനെ എന്താ പറയുക ഓരോ പനി ഇതൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേനു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എനിക്കങ്ങനെ പത്തിരി കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനില്ലേനു. അതുകൊണ്ടാണ് ഞാനിന്ന് 3 പലഹാരം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ 3 പലഹാരമൊന്നും ഉണ്ടാക്കില്ല, 2 മാക്സിമം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പലഹാരം അത്രയൊക്കെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ പക്കോടക്ക് പിന്നെ അതിന് മാത്രം പണിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നിങ്ങനെ പക്കോട ഉണ്ടാക്കുക എന്ന ഒരു പ്ലാനിങ്ങിലോട്ട് എത്തിയത്. പിന്നെ അങ്ങനെ വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാനില്ലേനു, അതുകൊണ്ടാണ്. അങ്ങനെ ഞാനിതാ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ കടലപ്പൊടി കുറച്ച് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പം കുറച്ചും കൂടി കടലപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടാനും കുറയാനും നിൽക്കണ്ട, പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ലൂസ് പരുവത്തിലും ആവണ്ട, അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് എന്നാൽ നല്ല ലൂസും ആവരുത്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നിർത്തിയാൽ മതിട്ടോ വെള്ളം. എന്നിട്ട് പിന്നെ ഞാനിതാ ഒരു പാത്രത്തിൽ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടാവുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ടോ ഇടാൻ അയക്കുന്നോന്ന്, പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇതൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങനെ പൊന്തി കിട്ടാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം പക്കോട ആയാലും അതേപോലെ ഉള്ളിവട ആയാലും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എൻ്റേത് അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ. പക്ഷേ ഞാൻ ഈ ഒരു ടൈമിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എപ്പോഴും അത് മറന്നു പോകും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നല്ലോണം കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ സെക്കൻഡ് ട്രിപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ അങ്ങനെ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അങ്ങനെ പൊതുവേ ബേക്കിംഗ് സോഡയിൽ അങ്ങനെ ഉണ്ടാക്കലില്ല. ഒന്നാമത് നോമ്പൊക്കെ അല്ലേ, നോമ്പ് തുറന്നിട്ട് വെറുതെ വയറ് കേടാക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാനങ്ങനെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കൽ. പക്ഷെ എൻ്റെ അത്യാവശ്യം നല്ലോണം പൊന്തി കിട്ടലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നല്ലേ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, പിന്നെ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ പക്കോട ഏറെക്കുറെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനില്ലേ ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ കംപ്ലീറ്റ് പക്കോട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കിളിക്കൂടും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക കിളിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു എണ്ണയിൽ ഇട്ട് കഴിഞ്ഞപ്പം കുറേ സേമിയ എണ്ണയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കിളിക്കൂടുമലും എന്താ പറയുക കിളിക്കൂടും ഈ ഒരു സാധനത്തുമ്മലും സേമിയ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ നോക്ക്, അടിപൊളിയാണ്. ചെയ്തിട്ടുണ്ടാവണം എല്ലാവരും, എങ്കിലും പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഞാനിതാ നോമ്പുറക്കാനൊക്കെ ആയപ്പോഴത്തിന് കംപ്ലീറ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴം ഞാനങ്ങനെ ഫില്ല് ചെയ്യുന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ആണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവുകയും ചെയ്യും, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിതാ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിളും പിന്നെ ഓറഞ്ചും കുറച്ച് മുന്തിരും. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബത്തക്കൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സാധനമാണിത്. പക്ഷേ ജ്യൂസ് അടിക്കുമ്പം പിന്നെ എനിക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ ഇത്. അങ്ങനെ അതാ വത്തക്കൻ്റെ ജ്യൂസൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് ടേബിളിലൊന്നുമല്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിലത്തേനു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.